ഇന്ന് ഇന്ത്യ സഖ്യം യോഗം നടക്കാനിരിക്കെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പിണറായി വിജയൻ ഉൾപ്പെടെ സഖ്യത്തിന്റെ ഭാഗമായ കക്ഷികളുടെ നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ സൂചിപ്പിച്ചാണ് ഫ്ലെക്സ് ബോർഡുകൾ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്നിപ്പോൾ 23 കക്ഷികൾ പങ്കെടുക്കുമെന്ന രീതിയിലാണ് ജയറാം രമേശ് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട DMK പങ്കെടുക്കില്ല, JMMന്റെ നിലപാട് എന്ത് എന്നതറിയില്ല, ആം ആദ്മി പാർട്ടി പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ CPIM പങ്കെടുക്കും, പക്ഷേ ശക്തമായ വിയോജിപ്പ് ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അറിയിക്കുമെന്ന് പറയുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്ത് എന്നതിലൊക്കെ നിർണായകമായ നിലപാടുകൾ ഉണ്ടാകേണ്ടുന്ന ദിവസം കൂടിയാണോ ഇന്ന്? അനുജ, തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ യോഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ചേരാൻ പോകുന്നത്. 23 പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. അതേസമയം ഈ സഖ്യ രൂപീകരണത്തിൽ തന്നെ നിർണായക പങ്കുവഹിച്ച DMK ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. തമിഴ്നാട്ടിൽ സഖ്യം മാറിയ കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ വേദിയിൽ പങ്കാളിയാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് DMK വിട്ടുനിൽക്കുന്നത്. ഒപ്പം തന്നെ ഇടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ചേർന്ന ഇടത് പാർട്ടികളുടെ ഒരു കൂടിയാലോചനാ യോഗത്തിന് ശേഷമാണ് ഈ സഖ്യത്തിൽ ഭാഗമാകാൻ അല്ലെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ആ യോഗത്തിന് മുന്നോടിയായി തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ഒപ്പം തന്നെ സഖ്യ കക്ഷികളുടെ നേതാക്കൾക്കും ഒരു കത്ത് അയച്ചിരുന്നു. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ CPM BJP ഡിയിലുണ്ട് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രചരണം നടത്തിയത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ കത്ത് അയച്ചിരുന്നത്. ഇന്ന് നടക്കുന്ന യോഗത്തിൽ എന്തായാലും ഇടത് പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. CPMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP ആയിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. അദ്ദേഹം ഇക്കാര്യം യോഗത്തിൽ ഉന്നയിക്കും, ശക്തമായ എതിർപ്പ് അറിയിക്കും. ഇതോടൊപ്പം തന്നെ DMK വിട്ടുനിൽക്കാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെയുള്ളവ ഇടത് പാർട്ടികൾ ഇന്ന് ഉന്നയിക്കുന്നുണ്ട്. യോഗത്തിന് മുന്നോടിയായിക്കൊണ്ട് അതേസമയം ഡൽഹിയിലെ പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ സഖ്യകക്ഷി നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ, അത് പിണറായി വിജയൻ, ശരത് പവാർ, ഒപ്പം തന്നെ മമതാ ബാനർജി അടക്കമുള്ളവർ നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പരസ്പരം 12 മണിക്കാണ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം. വളരെ നിർണായകമായ യോഗമാണ്. ഈ സഖ്യത്തിന്റെ ഭാവി എന്ത് എന്നതുകൂടി തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ യോഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.